നോട്ടീസ് പോലെ ഇറങ്ങിക്കോ. ഷേക്സ്പിയർ അമ്മാവന്റെ വീടെത്തി. ഇത്തവണ രണ്ടിലും നിറഞ്ഞിട്ട് ഇവിടെ തിരിച്ചു പോക്കുള്ളൂ. അട്ടഹാസങ്ങളും പൊട്ടിച്ചിരികളും മാത്രമല്ല, ചിലപ്പോ ഒരു ചോരപ്പുഴ തന്നെ ഒഴുകിയേക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? നീയാ എവിടെ വാക്കിന് വ്യവസ്ഥയില്ലാത്ത എന്റെ അളിയൻ ഷേക്സ്പിയർ. എന്റെ കാശ് ഈ കിണ്ടി വിറ്റെടുത്തോ, നല്ല വില കിട്ടും. ഷേക്സ്പിയർ ഇങ്ങനെ ഒച്ച വെക്കണ്ട, അവൻ ഇവിടെ ഇല്ല. പറഞ്ഞു നാവ് എടുത്തതേ ഉള്ളൂ. തുളസി എത്തിയല്ലോ. വെറും തുളസിയല്ല, കാഥികൻ തൂത്തുക്കുടി തുളസിദാസ്. തൂത്തുക്കുടിയിലെ മണലാരണ്യങ്ങളെ പോലും പ്രകമ്പനം കൊള്ളിച്ച് കലാഭവൻ മണിപ്പട്ടം, കലൈമാ മണിപ്പട്ടം നേടി വങ്കദേശം മുഴുവൻ പുകൾപെറ്റ വങ്കൻ. അതായത് കണ്ട പാണ്ഡികളുടെ കൈയ്യടി നേടി പേരെടുത്തവനാണ് ഈ തൂത്തുക്കുടി. കേരളത്തിൽ കഥാപ്രസംഗമേ നശിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ തൂത്തുക്കുടി തുളസിദാസിലെ കലാകാരന് ഒരു ഇടിവും സംഭവിച്ചിട്ടില്ല. എന്നാ ഞാനങ്ങോട്ട്. എന്നാ നിങ്ങൾ ഇങ്ങോട്ട്. പുന്നാരപുത്രൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കണിയാരെ കൊണ്ട് കവടി നിരത്തി നോക്കുന്ന ഫാമിലി, ബെസ്റ്റ് ഫാമിലി. ഷേക്സ്പിയർ അളിയൻ നാട്ടുകാരുടെ ജീവിതം പഠിക്കാൻ നടക്കുകയല്ലേ. ജീവിതം അന്വേഷിച്ച് വെറുതെ എന്തിന് നാട് തണ്ടണം? ഇവിടെ തന്നെ ഉണ്ടല്ലോ ജീവിതം. കാസരോഗിയായ അച്ഛൻ, ഒരിക്കലും നന്നാകാത്ത മകന്റെ നല്ല കാലം കാണാൻ നോമ്പ് തോറ്റിരിക്കുന്ന അമ്മ, സി അടഞ്ഞു തീരാറായ മുത്തശ്ശി, ജീവിതത്തിന്റെ ഉത്തരം മുട്ടി ചോദ്യചിഹ്നം പോലെ വളഞ്ഞു നിൽക്കുന്ന അനിയത്തി, ഒന്നാംകളം മുതൽ ഡിസൈൻ നോക്കാനെന്ന് പറഞ്ഞ് ഊരിക്കൊണ്ടുപോയ വളകൾ തിരിച്ചു തരാത്തതിന്റെ പേരിൽ അനധിവിദൂര ഭാവിയിൽ ചെയ്യപ്പെടാൻ പോകുന്ന ചേച്ചി. ഇതെല്ലാം കൂടിയാവുമ്പോൾ ജീവിതം ഇവിടെ പൂർണ്ണമാകും. നീ എന്താ ഇങ്ങനെ അന്യരെ പോലെ സംസാരിക്കുന്നത്? അകത്തേക്ക് വാ. കൃഷ്ണവേണി, ഏട്ടന് ചായ കൊടുക്ക. അമ്മായിയമ്മേരെ ചായ സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്. 2.5 പവന്റെ 3 വളകളാ പുന്നാര മോൻ വന്ന് പുഷ്പം പോലെ അടിച്ചോണ്ട് പോയത്. വെറുതെ എന്തിനാ തുളസി ഇല്ലാത്ത പറയണേ? ആ വളകൾ 1.5 പവനേ ഉള്ളൂ. 1.5 പവൻ പോലും നുള്ളിപ്പറിക്ക് ആ കൂടെ തന്നത് 25 തോലി. കഥാപ്രസംഗ ലോകത്തൊരു വെള്ളി നക്ഷത്രം കണക്ക് ഈ കാഥികൻ തൂത്തുക്കുടി തുളസിദാസ് ജ്വലിച്ച് നിൽക്കുമ്പോഴാ 1000 ആരാധികമാരെ നിരാശരാക്കിക്കൊണ്ട് ഈ മുടക്കാച്ചരക്കൻ എന്റെ പെടലിക്ക് കെട്ടിവെച്ചത്. ഈ ഉമ്മർത്ത് വന്ന് നീ ദുഷ്ടത്തരം പറയരുത്. പവി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് തിരിച്ചു തരികയും ചെയ്യും. എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? ഈ ജന്മത്തിലളിയ മേലാണെങ്കിൽ പണിയെടുക്കത്തില്ലോ. കടാമംഗല സാധാരണ വീട്ടിൽ കൊണ്ടാക്കി. അവൻ അവിടെ നീങ്ങി പോന്നു. സാംബശിവേട്ടന്റെ വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ട് കഥാപ്രസംഗം പഠിച്ചോ? ഇല്ലല്ലോ. ഇതാ പറഞ്ഞത്, അവൻ ഒരു കാലത്തും ഗതി പിടിക്കില്ല. എടി കൃഷ്ണമണി, എടുക്കണേ. എന്റെ ഹാർമോണിയത്തിന്റെ മേൽ ചായ വെച്ചാലുണ്ടല്ലോ, അത് താങ്ങാനുള്ള ശേഷി എനിക്കില്ല. എന്റെ കഥാപ്രസംഗ വേദിയിലെ കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ രക്ഷിച്ചത് ഈ ഹാർമോണിയമാണ്. പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡ സൗഖ്യമാ. യാരും ഇരിക്കും ഇടത്ത് ഇരുന്നു കൊണ്ടാൽ എല്ലാം സൗഖ്യം. ഈ ഹാർമോണിയം ഇല്ലാത്ത എന്റെ ജീവിതം കഥയില്ലാത്ത കഥാപ്രസംഗം പോലെ ചാളകുളമാകും. ഭാരതി തിയേറ്റേഴ്സ് ഈ വർഷത്തെ നാടകം രതി നിർവേദമാണോ? അല്ല, ഒരു കാഥികന്റെ അന്ത്യം. വെറുതെ എന്റെ വാലിരിക്കുന്നത് കേൾക്കണ്ട. ഒരു സീനിയർ നടനോടാ തന്റെ കളി. പവിത്രനെ വിളിക്കൂ. അങ്ങനെ കൽപ്പിക്കാൻ. പവിത്ര, എടാ പവിത്ര. ഈ ജഡായിന്റെ ശല്യം കൊണ്ട് അവൻ ഒളിച്ചിരുന്ന് എഴുതുകയായിരിക്കും. എടാ പവി, ആ എഴുതി കൂട്ടി കൊണ്ടുവാ ആ അക്ഷരശകലങ്ങളൊക്കെ. എന്തിനാ പവിത്രൻ എല്ലാരും കൂടി എന്റെ കുട്ടിയെ കൊലയ്ക്ക് കൊടുക്കാനാ? നാടകത്തിന്റെ പേരും പറഞ്ഞ് ആരും പഠിച്ച് ഔട്ടിയേക്കരുത്. ചൂലെടുത്ത് ആട്ടത്തിന് പൊയ്ക്കോ എല്ലാരും. അല്ല പെങ്ങളെ, ഞാൻ ഈ ഏത് പീജെ ഇറങ്ങണോ പുറത്ത്? എവിടെയാ കോവാലൻ? എന്റെ മോനെ കൊണ്ടുപോയി നശിപ്പിച്ച സാമദ്രോഹി എന്റെ കൺമുന്നിൽ ഞാൻ വന്നുപെട്ട ആ കാല് ഞാൻ തല്ലി ഓടിക്കും. ഒരു സംഘർഷം ഒഴിവാക്കുന്നതാണ് കാര്യം പറഞ്ഞപ്പോൾ തള്ള ചൂടായത്. നിക്കോ, കവിയെ കണ്ടുകിട്ടുകയാണെങ്കിൽ അവനെ കാത്ത് അവന്റെ അളിയൻ തൂത്തുക്കുടി ഇവിടെ നിൽക്കുകയാണെന്ന് പറയാം. തൂത്തുക്കുടി ഒന്ന് പോടാ അവിടുന്ന്. ഇന്ന് കഥാപ്രസംഗമില്ലേ? ഇന്നില്ല, നാളെ ഡബിള. ഒന്ന് കൊല്ലം, മറ്റേത് കാസർഗോഡ്. ഇപ്പൊ കഥ തീർന്നേനെ. ഷേക്സ്പിയർ പവിത്രൻ സാറിന്റെ വീട് തന്നെയല്ലേ? ആദ്യം നമസ്കാരം പറയും. നമസ്കാരം. ഇനി കാര്യം പറയും. ഷേക്സ്പിയർ പവിത്രൻ സാറിന്റെ വീട് തന്നെയല്ലേ? വീടൊക്കെ ഇത് തന്നെ. എന്താ കാര്യം? ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരിക. ദൂരെ നിന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ നിന്ന് വരികയാണോ? തൃശ്ശൂർ ചാമക്കാലേന്ന്. ഞാൻ പൗലോസ് ചന്ദ്രാപിന്നി, ഉണ്ണിമേരി തിയേറ്റേഴ്സിന്റെ മാനേജർ. ഞങ്ങളുടെ പുതിയ നാടകം പവിത്രൻ സാറിനെ കൊണ്ട് എഴുതിക്കാനാ.
കാശ് എത്രയായാലും ഞങ്ങൾക്കൊരു വിഷയമല്ല. പവിത്രൻ സാറിന്റെ ഒരു നാടകം ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. നാടകം തന്നെ വേണോ? നല്ലൊരു കഥാപ്രസംഗമായാലോ? ആളുകൾക്ക് അതൊരു പുതിയ അനുഭൂതിയാവും. കടാമംഗലത്തിന്റെ വ്യാസന്റെ ചിരി കേട്ടിട്ടില്ലേ? പൊട്ടിച്ചിരിക്കുന്ന വ്യാസമൂനിയും വിട്ടികൾ നമ്മളെ നോക്കി നോക്കി. തന്നെ 1500 വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ള കുമാരനാശന്റെ കരുണ കേട്ടിട്ടില്ലേ? ഇന്നും ഈ തൂത്തുക്കുടി ആ കഥ പറയുമ്പോൾ പൂരപ്പറമ്പുകൾ കണ്ണീർ പുഴയായി മാറും. ഉത്തരമധുരപുരയ്ക്ക് വടക്ക് വിസ്തൃതമായ രാജവീഥിയുടെ കിഴക്ക് ഭാഗത്തായി ചുപ്പിച്ചുണ്ടതാ ഒരു മനോജ്ഞമായ മാളിക. എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് വേണ്ട കഥാപ്രസംഗമല്ല, നാടകമാ. അതിനുള്ള അഡ്വാൻസ് ആയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നേ. അഡ്വാൻസ് എന്നാലും നേരത്തെ പറയണ്ടേ? എന്റെ ഒരേ ഒരു അളിയനല്ലേ പവിത്രൻ. അവൻ എഴുതാനുള്ള എല്ലാ ത്രെഡുകളും കൊടുക്കുന്നത് ഞാനല്ലേ? ആണോ? പിന്നെ ഈ സീസണിലേക്കുള്ള എല്ലാ ത്രെഡുകളും വാരിക്കോരി കൊടുത്തു പോയല്ലോ. സാരമില്ല, അടുത്ത സീസണിലേക്ക് വെച്ചിരിക്കുന്ന ഒരു കിടിലൻ സാധനമുണ്ട്. ഹിസ്റ്റോറിക്കൽ സബ്ജക്റ്റാ. പുലികേശി 16-ാമൻ. എന്തായാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും പവിത്രൻ സാറിനെ കൊണ്ട് സാർ എനിക്കൊരു നാടകം എഴുതി തരണം. സാറ് വിചാരിച്ചാൽ നടക്കൂ. ഞാൻ നോക്കട്ടെ. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് തരൂ. ജോണി, അഡ്വാൻസ് എടുത്തോ. ഇത് 5001 രൂപയുണ്ട്. അപ്പൊ ഞങ്ങൾ അടുത്ത ആഴ്ച വരാം. ഇവരൊക്കെ ഇനിമേലിലെ നടന്മാരാണ്. സീസൺ ഇല്ലാത്തപ്പം കൊട്ടേഷൻ പണിക്ക് പോകും. മനസ്സിലായില്ല. കൈവെട്ട്, കാൽവെട്ട്, വേണ്ടി വന്ന തലവെട്ട്. വാടാ. ബാസേട്ടന്റെ കൊമ്പ് കൊള്ളില്ലെങ്കിലും വാലത്രക്ക് പോരാ. വെറുതെ അല്ലേ ഈ നാട് നന്നാവാത്തത്? ഏതായാലും കഥാപാത്രത്തിന് ഒരു പൂർണ്ണത വന്നു. ഈ പുട്ട എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു പ്രതീകമാണ്. ഈ പീര് ജീവിതത്തിൽ ഇടയ്ക്കിടെ കടന്നു വരാറുള്ള സന്തോഷവും ഇത് സങ്കടവും സങ്കടങ്ങളുടെ സമാഹാരമായ ജീവിതത്തിന്റെ പരിച്ഛേദമാണ് പുട്ട്. സന്തോഷം മൊത്തം നീർത്തോ, സങ്കടം ഞാൻ അങ്ങ് സഹിച്ചു. അല്ല ഞാൻ ഇന്ന് പവിത്രനെ കണ്ടു കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഈ തീറ്റും കൂടി ഇന്നത്തോടെ തീരുവേ. ഞാൻ ക്യാമ്പ് പിരിച്ചുവിടാൻ പോവാ. വല്ല അമ്മി കൊത്താനോ കല്ല് വെട്ടാനോ എന്നാ വെച്ചാൽ എല്ലാരും നോക്കിക്കോ. ഏത് പാതാളത്തിൽ ചെന്ന് അന്വേഷിക്കും അവനെ. ഈശ്വര, പാതാളത്തിലല്ലടാ, പത്രത്തിലുണ്ട്. ജനശക്തി നാടക അവാർഡ് വിതരണം നാളെ കോട്ടയം ടൗൺ ഹാളിൽ. മികച്ച രചയിതാവ് ഷേക്സ്പിയർ പവിത്രൻ. മികച്ച രചയിതാവിന് 5001 രൂപയും പ്രശസ്തി പത്രവും. കാണിച്ചേ. വീണ്ടും 5001. മലയാള നാടകവേദി രചനാ ദാരിദ്ര്യത്തിന്റെ വരണ്ട ഭൂമികയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത്. തോപ്പിൽ ഭാസി, NN പിള്ള, KT മുഹമ്മദ്, CJ, CN, PJ ആന്റണി തുടങ്ങിയ നിരവധി മഹാപ്രതിഭകൾ പൂത്തുനിന്ന ഒരു വസന്തകാലം ഉണ്ടായിരുന്നു മലയാള നാടകവേദിക്ക്. 1000 പ്രകടന ജാഥകളേക്കാൾ ശക്തമാണ് ഒരു നാടകം. കമ്മ്യൂണിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും പുത്തൻ പ്രതീക്ഷകൾ സാമാന്യ ജനവിഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തത് തോപ്പിൽ ഭാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം. ജീവിതത്തിന്റെ ഉലയിൽ ഉരുകിത്തിളച്ച് പവിത്രമാകുന്ന മനസ്സുകളിൽ നിന്നാണ് മികച്ച നാടകമുണ്ടാവുക, മികച്ച കലയുണ്ടാവുക. തനിക്ക് ചുറ്റുമൊഴുകുന്ന ജീവിതത്തിന്റെ ആഴങ്ങളിൽ കഥാപാത്രങ്ങളെ കണ്ടെടുക്കുകയും ആ കഥാപാത്രങ്ങളുടെ അന്തർസംഘർഷങ്ങളിൽ നിന്ന് നാടകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പുതിയ നാടകകൃത്ത് ശ്രീ പവിത്രനെയും അദ്ദേഹത്തോടൊപ്പം ഈ പുരസ്കാരങ്ങൾക്ക് അർഹരായ എല്ലാവരെയും അനുമോദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. മലയാള നാടകവേദിയിൽ ഇനിയും ഒരു വസന്തമുണ്ടാക്കാൻ ഈ കലാകാരന്മാർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി അവാർഡ് ദാനമാണ്. മികച്ച നാടകരചന ശ്രീ പവിത്രൻ. നാടകം അമ്മ ഒരു മഹാകാവ്യം. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീ പവിത്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. ക്ഷമിക്കണം, ഞാൻ പവിത്രനല്ല. പിന്നെ ഞാൻ ആരാണ്? അവൻ പറയുന്നു ഞാൻ അവൻ്റെ ആശാനാണെന്ന്. അതൊന്നും എനിക്കറിയില്ല. പിന്നെ
പവിത്രൻ എൻ്റെ കയ്യിൽ ഒരു കുറിപ്പ് തന്നയച്ചിട്ടുണ്ട്. ഞാനത് വായിക്കാം. എൻ്റെ നാടകങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്നേഹിച്ചിട്ടുള്ള നന്മ നിറഞ്ഞവരെ, ഇന്നിവിടെ എത്താൻ കഴിയാത്തതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട അളിയൻ തൂത്തുക്കുടി തുളസീദാസ് ഇവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എനിക്കുള്ള പുരസ്കാരവും അവാർഡ് തുകയായ 5001 രൂപയും എൻ്റെ അളിയൻ്റെ കൈവശം, എൻ്റെ പ്രിയപ്പെട്ട അളിയൻ്റെ കൈവശം ഒരു കാരണവശാലും കൊടുക്കരുത്. അഡ്വാൻസ് കൊട്ടേഷൻ പാർട്ടി